നീതിമാന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ ലൂക്കോസ് 15:10. ഡബ്ലിൻ സെന്ററി ഫോർ യു സൺഡേ സ്കൂൾസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. കാത്തിരിക്കുന്നത് നിനക്കെന്താ തോന്നുന്നത്? അത് നിങ്ങൾ എപ്പോഴാണ് എന്നെ കണ്ടിരിക്കുന്നത്? പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പള്ളിയിലും ഉണ്ടല്ലോ. നിനക്കെന്താ തോന്നുന്നത്? എന്നാലും ഒരു ചെറിയ സംശയം. നിങ്ങൾ യേശുവാണെങ്കിൽ ഒരു മാജിക് കാണിച്ചേ. ഞാൻ എന്താണ് മജീഷ്യനാണ്? അല്ല, വലിയ അത്ഭുതമൊക്കെ കാണിക്കുന്ന ആളല്ലേ? അല്ലേ വേണ്ട, എനിക്കൊരു ഫോൺ തരാൻ പറ്റുമോ? ഫോണോ? ആ, മൊബൈൽ ഫോൺ. അത് അപ്പനോട് പറഞ്ഞാൽ മേടിച്ചു തരില്ലേ? യേശുവിനെ അറിയാൻ വേളയില്ല, അപ്പൻ വാങ്ങി തരയില്ല. ശരിയാ, അതെ, എനിക്ക് മതി. നിനക്ക് ഫോൺ ഉണ്ടായിരുന്നല്ലോ, അതും ഒന്നല്ല രണ്ടെണ്ണം. യേശു അപ്പ, അത് പിന്നെ ഒരെണ്ണം താഴെ വീണ് പൊട്ടിപ്പോയി. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് ആരാണ്ട് കട്ടോണ്ട് പോയി. നീ സൂക്ഷിക്കാനിട്ടല്ലേടാ. ഒന്നോടെ ചോദിച്ചു നോക്ക്, അപ്പൻ മേടിച്ചു തരും. ഇനി ചോദിക്കാൻ ചെന്ന മൂപ്പതാവിനെ അതിന്റെ ശരി. എടാ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, നിനക്ക് അറിയാതെ പറ്റിയതല്ലേ. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്ത മകനോട് ഒരപ്പൻ ചെയ്ത കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. Stop this. Sorry. You guys carry on. I will join. എന്താണ് എന്റെ പ്രശ്നം? എടാ, എന്നെ ഒരു വഴിക്കാക്കിയിട്ട് നീ ഇവിടെ കിടന്ന് ആമാദിക്കുന്നു. Excuse me, I didn't get you. എന്റെ കയ്യിലിരുന്ന കാശ് മുഴുവൻ തട്ടിയെടുത്ത് നീ പുതിയ കമ്പനി തുടങ്ങി. എന്നെ മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് ഐഡിയയും തിരിച്ചുവല്ലേ? എടാ, നമ്മൾ ഒന്നിച്ച് ബിസിനസ്സിൽ മണി ഇൻവെസ്റ്റ് ചെയ്തു, അത് പൊട്ടിപ്പോയി. That's fake. അല്ലാതെ ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബിസിനസ്സിൽ നീ എന്താ ചെയ്തതെന്നൊക്കെ? Hey, come on. Leave that man. Let's enjoy it. അത് പറയാൻ നീ ആരാടാ? അത് നിങ്ങൾക്ക് ഉടനെ മനസ്സിലാക്കാം. ഇനിയും നിങ്ങൾ ഇയാളെ തൊട്ടാൽ ഓഹോ എന്നെ വേഗമായി ഓടാ. ചതിച്ചത് ആശാന്. ഞാൻ കേട്ടു. എന്റെ അപ്പനും ചേട്ടനും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണ് അവൻ തട്ടിയെടുത്തത്. പോട്ടണം, എല്ലാം ശരിയാക്കും. അല്ല, എനിക്ക് ഇത് തന്നെ വേണം. എന്റെ വീട്ടുകാരെ അവഗണിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണിത്. ശിക്ഷയോ? ദൈവത്തിനെ സ്നേഹിക്കാനല്ലേ അറിയൂ. ദൈവം പൊറുക്കുകയില്ല, എന്റെ വീട്ടുകാരും പൊറുക്കുകയില്ല. അത്രയ്ക്ക് തെറ്റ് ഞാൻ അവരോട് ചെയ്തു. അതിനെ മാത്രം താൻ എന്താണോ ചെയ്തത്? ചെയ്തതൊക്കെ
ഏഴാമൂലയിൽ കിടന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ എന്നെ കിട്ടുകയില്ല. എടാ നന്ദി കേട്ടവനെ, ഇവിടെ നിന്നാണ് നിന്റെ അപ്പനും ചേട്ടനും കൂടെ നീ നശിപ്പിച്ചു അവന്റെ പൈസയെല്ലാം ഉണ്ടാക്കിയത്. നിങ്ങൾ നോക്കിയോ, നശിപ്പിച്ചതും അതിന്റെ ഇരട്ടി ഞാൻ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. മോനെ, നിന്നോട് ദൈവം പോലും ഓർക്കില്ലടാ. ഇനി ആശാൻ പറ, അവരെന്നോട് കൊടുക്കുമോ? പശ്ചാത്താപം എന്നൊരു വാക്കുണ്ട്. തെറ്റുകൾ ചെയ്യുന്നവർ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ തനിക്ക് തോട്ടോ? ഞാനിനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആരുമില്ല. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടല്ലോ. താനൊരു കാര്യം ചെയ്യും, വീട്ടുകാരോട് ചെയ്യും. എന്റെ മനസ്സ് പറയുന്നു, തന്നെ അവർ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. താൻ ഈ പണിയല്ല ചെയ്യേണ്ടത്. മോട്ടിവേഷൻ സ്പീക്കിംഗ് തുടങ്ങണം. തനിക്ക് പറ്റുള്ളൂ. അപ്പ, എന്നോട് ക്ഷമിക്കണം അപ്പ. അവൻ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം ഉണ്ടാക്കും. യേശുവപ്പ, ആ വീട്ടിലൊരു ചേട്ടനുണ്ടായിരുന്നില്ലേ? അദ്ദേഹം ക്ഷമിക്കുമോ? പശ്ചാത്തപിച്ച് മകൻ വന്നപ്പോൾ അപ്പൻ ക്ഷമിച്ചില്ലേ? ആ അപ്പന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന മകനല്ലേ? അതിനാൽ ചേട്ടനും അവനോട് ക്ഷമിക്കുന്നു. ആ വയറ്റിലായിരുന്ന ആള് യേശുവപ്പനല്ലേ? എന്റെ പിതാവിന്റെ വചനങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. ഹൃദയത്തിൽ ധ്യാനിച്ച എല്ലാ ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് അവരിലൂടെയാണ്. അതവിടെ നിൽക്കട്ടെ, നിനക്കൊന്നും വേണ്ടടാ. എനിക്ക് വേറൊന്നും വേണ്ട. യേശുവപ്പന്റെ കൈ ഒന്ന് കാണിച്ചു തരാമോ? ഡബ്ലിൻ സെന്റ് ഗ്രിഗോറിയോസ് സൺഡേ സ്കൂളിൽ അവതരിപ്പിച്ച സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടമായോ? ഒന്ന് പ്രോത്സാഹിപ്പിച്ചു.